ഹലോ, എല്ലാവർക്കും ശ്രീസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി പുഡിങ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങും. അതുപോലെ ബ്രൗൺ കളറാവും. ഒരുപാട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങ് പശ പോലെ ആവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ പാത്രം മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ പാത്രം ഒന്ന് മാറ്റി വെക്കാം. നമുക്കിനി അടുത്തതായിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരണം. ഇനി ഇതിലേക്ക് 400 ml പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ബട്ടർ ഇട്ട് കൊടുത്തില്ലേ, അതിന് പകരം നെയ്യാണെങ്കിലും മതി. നെയ്യും ബട്ടറും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വേഗം തന്നെ ഇതങ്ങ് ടൈറ്റാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇത് ഈ ഒരു പരുവ് എത്തുമ്പോഴത്തേനും സ്റ്റൗ ഓഫ് ചെയ്യാം. രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വാനില എസൻസിന് പകരം മറ്റേത് എസൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് റവയുടെ കുറുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് ഈ പാത്രത്തിൻ്റെ സൈഡിലെല്ലാം നമ്മൾ ബട്ടറോ നെയ്യോ എന്തെങ്കിലും കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഈ കുറുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ചെടുക്കുന്ന ഒരു ഇഡലി ചെമ്പിലാണ്. അതിനായിട്ട് ഇഡലിയുടെ തട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പാത്രം വെച്ച് അടച്ചു കൊടുക്കുക. ഇനി ഈ ഇഡലി ചെമ്പും അടച്ചു കൊടുത്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് പുഡിങ് സെറ്റായി വരും. ഇതുപോലെ ആയി വരും. ഇനി ഒരു 10-15 മിനിറ്റ് ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെളിയിലെടുത്ത് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. റവ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്ത ദിവസം കാണാം. ടാറ്റ.